ഗൈസ് എനിക്ക് ജോലിയൊന്നും ഇപ്പോൾ സെറ്റായി കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ വൈസിറ്റിയിലെ എംപയറിൽ നിന്ന് വിളിക്കുന്ന നമ്മുടെ ടോമി വാസിറ്റിയുടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി. ഞാൻ ഗൂഗിളിൽ പോയി തപ്പി അദ്ദേഹത്തിൻ്റെ നമ്പറും കണ്ടുപിടിച്ചെടുത്തു. പിന്നെ ഗുണ്ടകളുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണ്, നമ്മുടെ ഗെയിമേഴ്സിൻ്റെയൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ വൈസിറ്റിയിലെ ടോമി. അപ്പോൾ ടോമിക്ക് ഇപ്പോൾ ഇച്ചിരി കാശൊക്കെ കിട്ടി സെറ്റായി വന്നപ്പോൾ അവിടെ ഒരു അസിസ്റ്റൻറ്റ് വേണമെന്ന് ഇത് വെച്ചു. അപ്പം ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ പ്ലേലിസ്റ്റ് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടോമീസ് മിഷൻസ് എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയാലല്ലേ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് US ലോസ് ആൻഡോസിലൊക്കെ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ചുമ്മാ നടന്നിട്ട് ഒരു ബിസിനസ്സും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ലോസ് ആൻഡോസിൽ പോകണമെങ്കിൽ ചുമ്മാ കൈ കെട്ടി പോകാൻ പറ്റത്തതുമില്ല. അവിടെ ആണെങ്കിൽ നമ്മൾ അവിടെ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ്. എനിക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് ഈ ടോമിയുടെ മിഷൻസൊക്കെ ചെയ്തുണ്ടാക്കി, പിന്നെ ടോമിയുടെ മിഷൻസൊക്കെ ചെയ്ത് നമുക്ക് കാശ് കിട്ടുമല്ലോ നന്നായിട്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ലോസ് ആൻഡോസിലോട്ട് പോകാനൊരു പ്രൈവറ്റ് ജെറ്റൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ ലോസ് ആൻഡോസിൽ പോയി അവിടുത്തെ ആൾക്കാരെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് അവിടുത്തെ ഒരു മെയിൻ ആളാവാനാണ് എൻ്റെ പ്ലാൻ. അതൊന്നും നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എയർപോർട്ടിലാണ് നമ്മുടെ മിഷൻ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ടോമി അണ്ണൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏതോ വാസു എന്ന് പറഞ്ഞ ആൾ വരും, അയാളാണ് നമ്മുടെ കോൺടാക്ടർ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ദാ പോന്നു വാസു അണ്ണ ഇത് ഞാനാ ടോമിയുടെ ആള് ഞാനാ. നീയാണോ ടോമിയുടെ ആള്? എടാ ഫ്രാങ്ക്ലിനെ, നീയാണോ ടോമിയുടെ ആള്? ഞാൻ ടോമിയല്ല, ഞാൻ വാസു എന്ന് പറയും. ഞാൻ ഇവിടുത്തെ ഒരു സാധാ ആളാണ്. അപ്പോൾ ടോമി ഞാനല്ല കേട്ടോ. അപ്പോൾ ഫ്രാങ്ക്ലിനെ, നീയാണ് എൻ്റെ മെയിൻ ആള്. അപ്പോൾ നിനക്ക് ഞാനൊരു മിഷൻ തരാൻ പോവാ. ഞാനാണ് കോണ്ടാക്ടർ. അപ്പോൾ നിനക്ക് ഞാൻ ഒരു മെസ്സേജിൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ തരാൻ ടോമിയുടെ. നീ അപ്പോൾ ടോമിയായിട്ട് സംസാരിക്കുക. ഇതാ പിടി. ഓക്കെ, താങ്ക് യു സേവ. ഓക്കെ ഫ്രണ്ട്സ്, അയാളെന്തോ മണ്ടനാന്ന് തോന്നുന്നു. അയാൾ ഞാനാ ടോമി, നീയാ ടോമി, ഫ്രാങ്ക്ലിൻ ഞാൻ തന്നെ ഫ്രാങ്ക്ലിൻ എന്നൊക്കെ കിടന്ന് പറയുന്നത്. അയാൾക്ക് പ്രാന്തായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആട്ടെ, നമുക്കപ്പോൾ പോവാം. അയാളെന്തോ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ടോമിക്ക് കുറേ ഡീലിങ്സും കാർ ബിസിനസ്സും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കോൺട്രാക്ടറാണ് വാസു. അപ്പോൾ ഇനി വാസുവിൻ്റെ നമ്പർ നമുക്കിങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഫോണട് ടു ഡു. അപ്പോൾ ഞാൻ വാസുവിൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് എൻ്റെ ഫോണിൽ നിന്ന് കേട്ട സൗണ്ടായിരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ മിഷൻ നമുക്ക് ടോമിയെ വിളിച്ചിട്ട് ചോദിക്കാം. ഞാനിപ്പോൾ നമ്മുടെ കാറിൽ നിന്നോട് ടോമിയെ വിളിക്കുകയാണ്. ഹലോ ടോമി സാർ, ഇത് ഞാനാണ് ഫ്രാങ്ക്ലിൻ. എൻ്റെ ഒരു വാസു എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ചെയ്ത് സെറ്റാക്കി തന്നില്ലേ ഫ്രാങ്ക്ലിൻ, പുതിയ പണിക്കാരനാണ് നിങ്ങളുടെ. ഓടാ ഫ്രാങ്ക്ലിനാ, ഇത് ടോമി വാസിറ്റി സ്പീക്കിംഗ്. നീ ബാബുമോൻ ഫ്രാങ്ക്ലിൻ അല്ലേ? മറ്റേ ചതിയനല്ലേ ഫ്രാങ്ക്ലിൻ? അതെ സാറേ, അതാ അവന് ദുഷ്ടനാണ് മറ്റേ ലോസ് ആൻഡോസിലെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ മിഷൻ എന്താ? മിഷനൊക്കെ പറയാം. ഇത് പിന്നെ ഡേഞ്ചർ പിടിച്ച മിഷനാണ്, ചുമ്മാ അതൊന്നും ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ഓക്കെ സാറേ, പറഞ്ഞോ. അല്ല, അപ്പോൾ ഈ മിഷനൊക്കെ ചെയ്യുമ്പോഴേ എനിക്കെന്തെങ്കിലും പ്രശ്നം പറ്റും. നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ ഡെലിവറി ചെയ്യേണ്ടത്? എന്തെങ്കിലും കാറ് വല്ലതും മോഷ്ടിക്കണമെങ്കിൽ എവിടെ ഡെലിവറി ചെയ്യണം? എന്താണോ നീ മോഷ്ടിച്ചോണ്ട് വരുന്നത് അതെല്ലാം എയർപോർട്ടിൽ പോയി ഡെലിവറി ചെയ്യണം. ശരി, ഓക്കെ സാറേ. അപ്പോൾ അത് വൈസിറ്റിയിലോട്ട് കാർഗോ പ്ലെയിനിൽ കയറ്റിക്കൊണ്ട് പോകുമല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മിഷൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ പോയി ഇവിടുത്തെ ഒരു ബില്യണയറിൻ്റെ ലംബോർഗിനി സ്റ്റീൽ ചെയ്തുകൊണ്ട് വാ. ഞാൻ കുറച്ച് ഡിലേ അടിച്ച് നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. വേഗം പോയി ലംബോർഗിനി സ്റ്റീൽ ചെയ്തുകൊണ്ട് വാ. എനിക്ക് ഡിലേ അടിച്ചിരിക്കാൻ പറ്റത്തില്ല. 100 കൂട്ടം വർക്കൊണ്ട് എനിക്ക് മിഷൻ എടുക്കണം. ഓക്കെ ശരി സാറേ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിഷൻ കിട്ടിയേക്കാണ് ഏതോ ഒരു ബില്യണയറിൻ്റെ ലംബോർഗിനി സ്റ്റീൽ ചെയ്യാൻ. ഇതൊക്കെ നിസ്സാര കാര്യം. എനിക്ക് ലംബോർഗിനി ഒന്നും ഇഷ്ടമല്ല, എനിക്ക് ഡയമണ്ട് ലംബോർഗിനി ഇഷ്ടം. അപ്പോൾ തന്നെ മനസ്സിലാവണം നമ്മുടെ ലെവല്. നമ്മൾ ഹൈടെക്കാണ് നമ്മൾക്ക്. പക്ഷെ ടോമി ഈ മിഷനാണ് തന്നത്. പക്ഷേ ടോമി ഭയങ്കര വലിയ ആളാണ്. കയറി സംസാരിക്കാൻ നിന്ന കോൺട്രാക്ടർമാർ വന്ന് നമ്മളെ തീർക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള പണിക്കായിട്ട് നമ്മൾ പോട്ടെ. അപ്പോൾ ഡിലേ അടിച്ച് നിന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത്, നിങ്ങൾക്ക് ടോമി വാസിറ്റി ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത്, നിങ്ങൾക്ക് വൈസിറ്റി എന്ന് പറഞ്ഞ ഗെയിമിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഫ്രണ്ട്സ്. സോ ഇതാണ് ബില്യണയറിൻ്റെ വീടാണ്. ഇത് ലിഫ്റ്റൊക്കെ ഉണ്ട്. ഇത് അംബാനിയെ പോലത്തെ ഒരു ബില്യണയറാണ്. സോ നമുക്കിവിടെ നിർത്തിയിട്ട് പതുക്കെ ഇവിടെ റൗണ്ട് അടിക്കാം. ആരെങ്കിലും ഉണ്ട് ഇവിടെ. മിക്കവാറും സ്റ്റാർ വരും. ബില്യണയർ ഇവിടെ അല്ലേ താമസിക്കുന്നത്. ഇവിടാണ് ബില്യണയറിൻ്റെ വീട്. നമുക്ക് ലിഫ്റ്റിൽ പോയിട്ട് ഒരു ജോലിക്കാരനെ പോലെ പോവാം ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസൊക്കെ ചോദിക്കൊണ്ട് വരാം. ഗൈസ്, അങ്ങനെ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ഇവിടെ മറ്റേ ബില്യണയർ, നമ്മുടെ നാട്ടിലെ ബില്യണയറിൻ്റെ ഓഫീസാണിത്. ബില്യണയർ ഇവിടെ എവിടെയോ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം.
ഓ മൈ ഗുഡ്നസ്, ഇതാ കിടക്കുന്ന ലംബോർഗിനി. അപ്പോൾ ഈ ലംബോർഗിനി ഞാൻ വേഗം കയറി ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേഗം പോകും. ഇവിടെ ZX10 അല്ലേ ഇരിക്കുന്നത്, കുഴപ്പമില്ല, നമുക്ക് വേഗം വണ്ടി കയറാം, വേഗം സ്ഥലം വിട് ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലംബോർഗിനി എടുത്ത്, അയ്യേ 2 സ്റ്റാറാ, നമ്മൾ 5 സ്റ്റാർ ഇവർ എസ്കേപ്പ് ആയതാണ്. അയ്യോ മാറി സാർ, അയ്യോ അതേപോലെ, അയ്യോ നമ്മുടെ ലംബോർഗിനിക്ക് ഡാമേജ് ആയി. ഇനി അതുകൊണ്ട് നമ്മുടെ പൈസ കുറേ എന്താ MVD ഒക്കെ വരുന്നുണ്ട് ഇവിടെ. എൻ്റെ മോനെ സാറേ മാറ്. അയ്യോ നമ്മളിപ്പോൾ എവിടെ വിളിച്ചിരിക്കുന്നു, നമുക്ക് ടോമിയെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാവേ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ ബിസിയാണ്, ദയവ് ചെയ്ത് അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. എൻ്റെ അമ്മേ, ഇതെന്താണ്? ആ ടോമി ആണെങ്കിൽ എടുക്കുന്നതുമില്ല. ഈ ടോമിക്ക് എന്തുകൂടി വതുക്ക്, 2 ആൾക്കാരെ കൊല്ലുന്നതിനാണ് ഇപ്പോൾ വതുക്ക്. അയാൾ ഇച്ചിപ്പോൾ ഞാൻ തന്നെയാണ് ഈ ടോമി. നീല ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുമോ? അയ്യോ ഇവിടെ ഫുള്ള് ആൾക്കാർ ചുറ്റി, എനിക്കിപ്പോൾ എവിടെ പോയി കളിച്ചിരിക്കണമെന്ന് പറഞ്ഞില്ല. ആ ടോമി ലൈനിൽ കിട്ടി. ഹലോ ടോമി സാർ, ഇത് ഞാനാണ് ഫ്രാങ്ക്ലിൻ. എടാ ഫ്രാങ്കിനെ, നീ ആ ജുറാസിക് പാർക്കിൽ പോയി ഒളിച്ചിരി. എനിക്കറിയാം ഇതെൻ്റെ സ്ഥിരം കേസാണ്, ഞാനും അവിടെ പോലീസുകാരെ തീർത്തിട്ടുള്ള ആളാണ്. നീ പോയി ജുറാസിക് പാർക്കിൽ ഒളിച്ചിരി. ശരി ടോമി സാറേ, ഇപ്പം തന്നെ ഒളിച്ചിരിക്കാം. ഗൈസ് നമ്മുടെ ഇതിൻ്റെ ബോണറ്റ് പൊട്ടി, എല്ലാം പൊട്ടി, ഇതിൻ്റെ ബാക്കിലത്തെ സാധനം പൊട്ടി, ഡമ്പലോ ബാർബലോ അതൊക്കെ പൊട്ടി. അയ്യോ ഡമ്പലല്ല ഗൈസ്, എന്തൊക്കെയോ പൊട്ടി. ഞാനിപ്പോൾ നേരെ ജുറാസിക് പാർക്കിൽ ആ 1 സ്റ്റാർ കുറഞ്ഞു. എൻ്റെ മുന്നേ നമ്മൾ ഡ്രിഫ്റ്റൊക്കെ അടിച്ചാൽ വരുന്നത്. ഈ ലംബോർഗിനി ഭയങ്കര സീനാണ്. ആ ബില്യണേർ പിന്നെ എൻ്റെ ഒരു എനിമിയായിരുന്നു, മറ്റേ മാർട്ടിൻ മർത്താസോൻ്റെ അനിയനാണത്. അപ്പം നമുക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം ഇത് വെച്ചാൽ. ആ ടോമിയെ പറ്റിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നാലും നമുക്ക് ഇവിടെ വിളിച്ചിരിക്കാം ഫ്രണ്ട്സ് കുറച്ച് നേരം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ജുറാസിക് പാർക്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ എങ്ങനെയൊക്കെയോ പോയി കിട്ടിയിട്ടുണ്ട്. അല്ല ഇനി ഇതിൻ്റെ എക്സിറ്റ് എവിടെ? ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് നിന്ന് ടൂൾ കിറ്റ് വെച്ചാൽ മറ്റേ പൊട്ടിപ്പോയ സംഭവമൊക്കെ ഒന്ന് നേരെയാക്കി. അല്ല ഇതിൻ്റെ എക്സിറ്റ് എവിടെയാടേ? അയ്യോ എക്സിറ്റ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ കിടന്ന് കറങ്ങി അടിച്ച് ഞാൻ ഇവിടെ ഡെഡാവും. ഗൈസ് അപ്പം നമ്മൾ കുറച്ച് ഡിലേ അടിച്ച് നിന്നു, സോറി ഗൈസ്. അപ്പോൾ ഞാൻ മിഷൻസൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ പണിയെടുത്തില്ല, എനിക്ക് വേണ്ടി തന്നെ പണിയെടുത്ത. ബിസിനസ് എല്ലാം പൊട്ടിപ്പോയപ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡോണിന് വേണ്ടി ഞാൻ ഇപ്പോൾ പണിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ടോമി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളെ ലെസ്റ്ററിൻ്റെ അടുത്ത് മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ലെസ്റ്റർ ലോസ് ആൻഡോസുകാരനായിപ്പോയി. അപ്പോൾ ലെസ്റ്റർ ഇച്ചിരി ബുദ്ധിയുള്ള ആളാണ്, നല്ല മിഷനെ തരുതി. ടോമി ഇച്ചിരി മണ്ടനാണ്, പക്ഷേ ടോമി നന്നിട്ട് കാശ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എയർപോർട്ടിൽ ഡെലിവറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ടിൽ കാർഗോ ബോട്ടിൽ കയറ്റി, കാർഗോ പ്ലെയിനിൽ കയറ്റി അവർ കൊണ്ടുപോകും. സോ ഇതിൻ്റെ തന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, ടോമീസ് മിഷൻ പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞു. സോ ഗൈസ് ഇതായിരിക്കും നമ്മുടെ ഈ വീഡിയോയുടെ എൻ്റെ ഇതേപോലത്തെ വീഡിയോസ്, ഇതേപോലത്തെ നമ്മുടെ ടോമിയുടെ മിഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോട്ടെ ഫ്രണ്ട്സ്, എനിക്ക് വീട്ടിൽ ചെല്ലണം വേഗം. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവായിരുന്നു. ഒരു കാറ് വേണമല്ലോ അവിടെ. നമുക്കപ്പോൾ ടോമി വിളിച്ചിട്ട് പറയാം ഒരു കാർ നമുക്ക് സെറ്റാക്കി തരാമോന്ന്. ഹലോ ടോമി, ഇത് ഞാനാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഫ്രാങ്ക്ലിൻ, ബാബുമോൻ ഫ്രാങ്ക്ലിൻ. എന്താടാ പറയടാ, നീ കാർ ഡെലിവറി ചെയ്താ? ആ ഡെലിവറി ചെയ്ത് സാറേ, ഞാൻ നന്നായിട്ട് കാർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആളില്ലേ മറ്റേ കോൺട്രാക്ടർ വാസു, ആ വാസുവിനെ വിളിച്ച് പറഞ്ഞത്. ഇനി വാസുവിൻ്റെ നമ്പർ നീ ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് ചെയ്ത് ഇനി മുതൽ നമ്മൾ ഭായ് പോലെ നമ്മൾ മിഷനൊക്കെ അയച്ചു തരുന്നതായിരിക്കും. നീ അതേപടി ചെയ്താൽ മതി. ഓക്കേടാ, നിനക്ക് പൈസ അയച്ചു തരാം. ഓക്കെ സാറേ, ശരി എന്നാ. ഗൈസ് ഈ ടോമി ആൾ നിസ്സാരക്കാരനൊന്നുമല്ല. ഈ ചെറിയ മിഷൻ ചെയ്യുന്നതിന് വേണ്ടി എനിക്കിപ്പോൾ അയച്ചു തന്ന ഡോളേഴ്സ് എത്തുന്നതായോ? $10,000. അത് ഞാനിപ്പോൾ ബാങ്കിൽ പോയി നോർമൽ കാശായിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ എൻ്റെ ബാഗ് ഫുള്ള് 10 ലക്ഷം രൂപയാണ് കിടക്കുന്നത്. അയ്യോടാ, നമ്മുടെ വൈസിറ്റി US-ലായതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ പൈസ തരുന്നത്. പക്ഷേ നമുക്ക് ചിലവാക്കാൻ ഇവിടെ 10 ലക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. $10,000 US-ൽ $10,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത് 10 ലക്ഷമാണല്ലോ. അപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ കിട്ടി. ഇനി ഇങ്ങനെ മിഷൻ ചെയ്ത് നമുക്ക് കാശ് ഉണ്ടാക്കണം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റും ചെയ്തേക്ക് കേട്ടോ. അയ്യോ എൻ്റെ മോനെ, അയ്യാ എൻ്റെ തലയിൽ ഇടിച്ച് വീണ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പോയത്. തലയിടിച്ച്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.